ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൈ നനയൊന്നും വേണ്ടാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അതിന് ഞാനിവിടെ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കുറ്റി പുട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളമേ എടുത്തിട്ടുള്ളൂ. ഇനി കുക്കർ ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇതൊന്ന് അവിടെ ഇരുന്ന് വെള്ളം തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വെർമിസല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെർമിസല്ലിയാണ് ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുള്ള വെർമിസല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ തിന്നായിട്ടുള്ള വെർമിസല്ലിയാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ സേമിയയും കൊണ്ട് വേണമെങ്കിലും തയ്യാറാക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് എടുത്തിട്ട് ഈ അരിപ്പയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വലിയ ഓട്ടയുള്ള അരിപ്പയോ അല്ലെങ്കിൽ വലിയ സ്ട്രെയിനറോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഓട്ടയുള്ള സ്ട്രെയിനർ എടുക്കാൻ പറ്റില്ല. ചെറുതായിട്ടുള്ള ഇതുപോലെ അരിപ്പ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. അതിലേക്ക് ഞാനിവിടെ ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിനും അങ്ങനെ അളവൊന്നുമില്ല. നമ്മൾ വെർമിസല്ലിയുടെ എല്ലാ ഭാഗവും വെറ്റാവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് അടിഭാഗം എല്ലാം നോക്കുക, അത് വെറ്റായിട്ടുണ്ടോയെന്ന്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഇവിടെ വെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മതി, ഒത്തിരി ഉപ്പ് മുന്നിട്ട് നിൽക്കണം എന്നില്ല. എന്നിട്ട് ഈ വെള്ളം കൂടെ നമ്മൾ ഈ വെർമിസല്ലിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ തയ്യാറാക്കുമ്പോഴത്തേനും പുട്ടിന് കറക്റ്റായിട്ടുള്ള ഒരു ഉപ്പ് ഉണ്ടാകും. പിന്നെ അരിപ്പയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചില്ല് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അടിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെർമിസല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. പാത്രം നിറയുന്ന രീതിയിൽ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് കുക്കറിൻ്റെ മണ്ടയിൽ വെക്കാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. വെറും ഒരു 4 മിനിറ്റൊക്കെ മതി ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ കുക്കറിലെ വെള്ളമൊക്കെ അവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്ക് ഇത് മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റൊക്കെ ആവി വന്നാൽ മതി. അപ്പോഴത്തേനും നമ്മുടെ ഈ വെർമിസല്ലി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇത് ആവിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് എടുത്തു മാറ്റാവുന്നതാണ്. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെർമിസല്ലി പുട്ട് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നന്നായിട്ട് തേങ്ങ ഇട്ടത് കാരണം നമുക്കിത് വെറുതെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഇത് പഞ്ചസാര ഇട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ ആ പാത്രത്തിലൊന്നും അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നന്നായിട്ട് തന്നെ വിട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.